ഹലോ, നമുക്കിന്ന് പച്ച ഇലയിലിരുന്ന് തുള്ളിക്കളിക്കുന്ന ഒരു കുഞ്ഞു പുഴുനുണ്ടാക്കിയാലോ? നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം ഇതുപോലൊരു ഷീറ്റ് പേപ്പർ എടുക്കുക. അത് ഇതുപോലൊരു ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം അതിന് വെയിൻസ് എല്ലാം വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേറൊരു വലുത് ഇതുപോലെ ഒന്ന് ചെയ്യണം. ഈ പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്യണം. ചെറുതിനകത്ത് വലുത് കൊള്ളുന്ന രീതിക്ക് വേണം വലുതൊന്ന് മടക്കി കൊടുക്കാൻ. ഇതുപോലെ ഒന്നാവണം. അതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം പെൻസിലിലോ അതോ വല്ല സ്റ്റിക്കിലോ ഇതുപോലെ ഒന്ന് മടക്കി പശ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഉണങ്ങിയതിന് ശേഷമേ ഇത് ചെയ്യാവൂ. അതിനുശേഷം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാമെങ്കിൽ ഇപ്പം തന്നെ പെയിൻ്റ് അടിക്കാം. ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം. ഞാനിതൊക്കെ ഉരിയതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത്. നിങ്ങൾക്കിത് ഇതിൽ വെച്ച് ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് ഉരുവിയെടുക്കണം. ഉരുവിയെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇരിക്കും. അതിന് ശേഷം ആ ലീഫ് എടുത്തിട്ട് ആ ചെറിയ പീസ് നടുവിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം ആ വലിയ പീസ് എടുത്ത് അതിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കണം. ഒട്ടിക്കരുത്, അതിനോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ആ ചെറുതിൻ്റെ നടുക്കായിട്ടും വലുതിൻ്റെ അറ്റത്തായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് ആ പുഴുവിനെ അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇത് ചെയ്തെടുക്കാൻ എത്ര എളുപ്പമാണ്. 5 മിനിറ്റ് പോലും വേണ്ട. കൊച്ചു പിള്ളേർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇത് കാണുമ്പോൾ തന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക്? കണ്ടോ, ഒരു ഇലയുടെ മുകളിൽ ഒരു പുഴു വന്നിരുന്ന് അനങ്ങുന്ന മാതിരിയില്ലേ? ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.